അമേരിക്കയിലെ ലോക കേരള സഭയിൽ കോടികളുടെ പണക്കിലുക്കമാണ്. നിങ്ങളൊരു കേരളീയനാണെങ്കിലോ പോട്ടെ, നിങ്ങളൊരു സഖാവാണെങ്കിലോ അതൊന്നും ഈ കേരളത്തിന്റെ അഭിമാനമെന്ന് വാഴ്ത്തപ്പെടുന്ന ലോക കേരള സഭയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയല്ല. ഞങ്ങൾ ചിലരുണ്ട് ഇവിടെ, ഞങ്ങളാണ് സർക്കാരിന്റെ പ്രതിനിധികൾ, ഞങ്ങളാണ് പാർട്ടിക്കാർ, ഞങ്ങൾ തീരുമാനിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ പരിപാടികൾ. പിണറായിക്കൊപ്പം വേദിയിൽ ഇരിക്കണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, കുളിച്ചുകൊണ്ട് അതേ ഹോട്ടലിൽ ശയിക്കണമെങ്കിൽ ലക്ഷങ്ങൾ നൽകണം. ഈ നാണക്കെണ്ണെ പ്രവാസിയെ പണത്തിൽ തൂക്കി അളക്കുന്ന ഈ നാണംകെട്ട പരിപാടിയെ തള്ളാതെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? അത്യന്തം ഖേദകരം, അത്യന്തം ലജ്ജാകരം. AK ബാലന്റെ ഇന്നത്തെ വാദങ്ങൾ. ലോക കേരള സഭയുടെ 1ാം മേഖലാ സമ്മേളനം ദുബൈയിൽ നടന്നു. അപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ട്. 2ാമത് ലണ്ടനിൽ നടന്നു. അപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ട്. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കണം. അവരുടെ യാത്ര, അതുപോലെ തന്നെ അവരുടെ അക്കമഡേഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ കമ്പനിയുടെ പ്രചരണം, ഇതെല്ലാം കൂടി 82 ലക്ഷമാണ് ഒരു ഭാഗത്ത് നിന്ന് വാങ്ങുന്നത്. ഇതിലെന്താ തെറ്റ്, എന്താ അപാകത? പണ്ട് വരെ ആരും വാങ്ങിയിട്ടില്ലേ? 3 തരം സ്പോൺസർഷിപ്പ് ഉണ്ടെന്നായിരുന്നു ഇന്നലെ വന്ന വിവരം. $1 ലക്ഷം കൊടുത്താൽ ഗോൾഡ് കാർഡ്, അതായത് നമ്മുടെ നാട്ടിൽ 85 ലക്ഷത്തിന് അടുത്ത് കൊടുത്താൽ മുഖ്യമന്ത്രിക്കൊപ്പം സ്റ്റേജിൽ ഇരിപ്പിടം തരിപ്പെടുത്താം. അതുമാത്രമല്ല, VIP-കൾക്കൊപ്പം ഡിന്നർ, 2 ആഡംബര മുറികൾ, ആഡംബര കാർ സൗകര്യം, ഹോട്ടലിലും പുറത്തും പ്രമുഖ മലയാളികളുടെ പട്ടികയിൽ തങ്ങളുടെ പേരുകളും പ്രദർശിപ്പിക്കും. ഇങ്ങനെ നീളുന്നു പണത്തൂക്കത്തിന്റെ ആനുകൂല്യങ്ങൾ. സിൽവർ കാർഡിനും ബ്രോൺസിനും പണവും സൗകര്യവും അല്പം കുറയും. പക്ഷേ അതുക്കുമെല്ലാം മേലെ ഡയമണ്ട് സ്പോൺസർ കൂടിയുണ്ട്. $2.5 ലക്ഷം ചെക്ക് നൽകിയാണ് മലയാളി വ്യവസായി ഡോക്ടർ ബാബു സ്റ്റീഫൻ സ്പോൺസർഷിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പറയുന്നവരെ, വിമർശിക്കുന്നവരെ ഷോക്കടിപ്പിക്കണമെന്ന നിലപാട് കൂടി, ആ വിചിത്ര നിലപാട് കൂടി വിശദീകരിക്കുന്നു മുൻ മന്ത്രി AK ബാലൻ. വിവിധ രാജ്യങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ മനസ്സറിഞ്ഞ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുമ്പോൾ എന്തിനാണ് ഈ അസൂയ? എന്നിട്ട് ഇപ്പം പറയാം 82 ലക്ഷം കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാം. ഇതുപോലുള്ള ശുദ്ധ അസംബന്ധം ആരെങ്കിലും പറയുക? പണം പിരിക്കുന്നതല്ല, സ്പോൺസർ അല്ലേ? ഇവരെ മന്ത്രിയാണോ പിരിക്കുന്നത്? ഇവിടെ കേരളത്തിൽ എത്ര പരിപാടികൾക്ക് സ്പോൺസർമാരെ വെച്ചിട്ട് പിരിച്ചിട്ടുണ്ട്? ഇവിടുന്ന് കാശ് എടുക്കാനും പറ്റില്ല, അവിടുന്നുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിക്കാനും പാടില്ല. ഇതിനാണ് പറയുന്നത് പുല്ലൂട്ടി കിടക്കുന്ന പട്ടിയിൽ. അതൊട്ട് തിന്നുകയില്ല, തിന്നാനൊട്ട് അനുവദിക്കുകയില്ല. കന്നുകൂട്ടിലെ പട്ടിയെ പോലെയാണെന്നൊക്കെ നാക്കിന് എല്ലില്ലാത്ത മട്ടിൽ കണ്ണും പൂട്ടി തട്ടുകയാണ് AK ബാലൻ. എന്നാൽ മുൻപും ചൂടുവെള്ളം തെറിച്ചതിനാലാകാം നോർക്ക റൂട്ട്സ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണന്റെ വാക്കുകളിൽ അല്പം കരുതലൊക്കെയുണ്ട്. പിരിവിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഓഡിറ്റിംഗും നടത്തും. ലണ്ടനിലും ദുബായിലും ഒക്കെ നേരത്തെ തന്നെ ഞങ്ങൾ പിരിവെടുത്ത് പരിപാടി നടത്തിയെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും അദ്ദേഹം മറക്കുന്നില്ല. അല്ല, പണപ്പിരിവ് നടത്തുന്നതിൻ്റെ വിശദാംശങ്ങളെല്ലാം സുതാര്യമാണ്, ഓഡിറ്റിന് വിധേയമാണ്. ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പണം പിരിക്കാൻ നോർക്ക അല്ലെങ്കിൽ ഗവൺമെൻറ് ആരോടും പറഞ്ഞിട്ടില്ല. നല്ലൊരു ഉദ്യമത്തെ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നത് അതുകൾക്ക് പണം ഒരു മാനദണ്ഡമേ അല്ല, തെറ്റായ വ്യാഖ്യാനമാണ്. ആ തെറ്റായ ദുർവ്യാഖ്യാനം, ആ ദുർവ്യാഖ്യാനം അമേരിക്കൻ മലയാളി സമൂഹത്തോട് നടത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അവമാനിക്കുകയാണ്. നിങ്ങളീ പറയുന്ന മുഖ്യമന്ത്രി അടുത്തിരിക്കാൻ 82 ലക്ഷം എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഏത് സോനിയിലുള്ളത്? ഇല്ലല്ലോ, ഇല്ലാത്തൊരു കാര്യമല്ല പരിപാടിക്കുന്നത്. മുഖ്യമന്ത്രി അടുത്തിരിക്കാൻ പണക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂ. എന്തൊരു തെറ്റായ പ്രചരണം! ആ തെറ്റായ പ്രചരണം ശരിയല്ല, അത് അവസാനിപ്പിക്കണം. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. 331 പ്രതിനിധി ഒരാളിരുന്ന ഒരു പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കാതെയാണ് ഈ പരിപാടി നടന്നത്. പ്രാദേശിക സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ അസോസിയേഷനുകൾ മുൻകൈ നടത്തണമെന്നാണ് തീരുമാനം. സർക്കാർ പണം ചെലവഴിച്ചിട്ടല്ല. അമേരിക്കൻ സമ്മേളനം അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ പ്രാതിനിധ്യത്തോടു കൂടി കാഴ്ചവെച്ചതീതമായി ഫോമയും ഫൊക്കാനും എല്ലാവരും ചേർന്ന് നടത്താനാണ് തീരുമാനിച്ചത്. എല്ലാവരും ചേർന്ന് നടത്തുന്നത്, എല്ലാവരും സഹകരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ബക്കറ്റ് പിരിവ് പ്രസിദ്ധവും കുപ്രസിദ്ധവുമാണ്. തൊഴിലാളികളുടെ വിയർപ്പ് വീണ പണത്തിന്റെ തിളക്കവും കണക്കില്ലാത്ത പണം വെളുപ്പിക്കാൻ ബക്കറ്റിനെ മറയാക്കിയെന്ന ആക്ഷേപവും ഒക്കെ പല പാർട്ടികൾക്കുമെതിരെ പലപ്പോഴായി ഉയർന്നിട്ടുള്ളതുമാണ്. ഇപ്പോൾ അമേരിക്കയിൽ നടക്കാൻ പോകുന്നത് US-ലെ ബക്കറ്റ് പിരിവാണെന്ന പ്രതിപക്ഷത്തിന്റെ പരിഹാസം സ്വാഭാവികം. വരേണ്യവർഗത്തിന്റെ ഒത്തുകൂടലിൽ സാധാരണ പ്രവാസികൾക്ക് എന്ത് മെച്ചം? പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ലേ? പൂച്ച പാല് കുടിക്കുന്നത് പോലെ ഒന്നും അറിയാതെ ഈ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നു. ധനികരായ വരേണ്യവർഗത്തിന്റെ പ്രതിനിധികളെ കൂട്ടി നടത്തുന്ന ഇത്തരം റീജിയണൽ കോൺഫറൻസുകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും സാധാരണ പ്രവാസികൾക്കുണ്ടാകുന്നില്ല, കേരളീയർക്കുണ്ടാകുന്നില്ല. ബക്കറ്റ് പിരിവ് നടത്തി പരിചയമുള്ള ആളുകൾ അതിനൊരു റിഫൈൻഡ് ഫോമാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണം.
സ്പോൺസർഷിപ്പ് അവസാനിപ്പിക്കണം. ലോകകേരള സഭയുടെ മറവിലെ പണപ്പിരിപ്പ് വിവാദം ഇവിടെ ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല, അവിടെ അങ്ങ് അമേരിക്കയിലും കത്തിപ്പടരുന്നുണ്ട്. US-ൽ മാത്രം 5 ലക്ഷത്തോളം മലയാളികൾ മലയാളത്തിന്റെ അഭിമാനം പേറി ജീവിക്കുന്നവരാണ് എന്താണ് കണക്കുകൾ. രണ്ടയിലുമുണ്ട് കുറവില്ലാത്ത എണ്ണം മലയാളികളും ഇന്ത്യക്കാരും. പണം പിരിക്കാൻ ഉൾപ്പെടെ ചുമതലപ്പെട്ട കമ്മിറ്റിയെ കണ്ടെത്തിയത് ആരാണ്? എന്തായിരുന്നു മാനദണ്ഡം? ഒന്നും സുതാര്യമായിരുന്നില്ല എന്നും ഫണ്ട് പിരിവിൽ ദുരൂഹതയുണ്ട് എന്നും അമേരിക്കൻ മലയാളികൾ ആരോപിക്കുന്നു. അമേരിക്കയിൽ നടക്കുന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം, അതുകൊണ്ട് അമേരിക്കൻ മലയാളികൾക്ക് എന്താണ് പ്രയോജനം എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നടത്തപ്പെടുന്ന ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഇതെല്ലാം സുതാര്യമായിരുന്നു. ഇതൊരിക്കലും സുതാര്യമല്ലായിരുന്നു. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറങ്ങിയ ലോകസഭയുടെ ലോഗോ വെച്ചിറങ്ങിയ ഒരു ഫ്ലയർ തന്നെ ഈ പബ്ലിക്കിൻ്റെ ഇവിടെ അമേരിക്കൻ മലയാളികൾ സർക്കുലേറ്റ് ചെയ്യാൻ പ്രൈവറ്റ് സർക്കുലേഷൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10 ദിവസത്തോളം ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇത് ആരൊക്കെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, ഇതുമായിട്ട് പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയുടെ, അമേരിക്കയിലെ വലിയൊരു മലയാളി കമ്മ്യൂണിറ്റി, 5 ലക്ഷം മലയാളികളുണ്ട് അമേരിക്കയിൽ. കാനഡയിൽ ഒരു 1.25 ലക്ഷത്തോളം മലയാളികളുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളൊക്കെയാണ്. എങ്കിൽ കൂടിയും അതിന് കൃത്യമായിട്ട് ഈ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ ഒരു പരിപാടി വളരെ നിശബ്ദമായിട്ട് വളരെ രഹസ്യമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓപ്പറേറ്റ് ചെയ്ത സാധനം അത് മെയ് 12-ാം തീയതി ഇവിടുത്തെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ സാധനം മെയ് 20-ാം തീയതിയോട് കൂടിയാണ് ആളും അർത്ഥവും ഒന്നും ഇല്ലാതെ വന്നപ്പോഴാണ് ഇതിനെ വീണ്ടും കുറച്ച് പബ്ലിക്കിനിടയ്ക്കേക്ക് പേരുകൾ വന്നത്. അതുവരെയും ഇത് കുറച്ച് ആൾക്കാർ കൂടി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു. യാതൊരു സുതാര്യതയില്ല. പിന്നെ ഇങ്ങനെയുള്ള സംവിധാനത്തിന് ഫണ്ട് റേസ് ചെയ്യാൻ അമേരിക്കയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അമേരിക്കയിൽ നാടിനോട് സ്നേഹമുള്ള, നമ്മുടെ നാട്ടിൽ അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ഫണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലയർ പ്രകാരം ഇതിൻ്റെ ഗോൾഡ് സ്പോൺസർ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അത് $100,000. പക്ഷേ ഇതിൻ്റെ ഡയമണ്ട് സ്പോൺസർ എന്ന് പറയുന്നത് ഫൊക്കാനയുടെ പ്രസിഡന്റ് കൊടുത്തതിന് $250,000. അത് 2 കോടി രൂപയോളമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പൈസ അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരുടെയും പടങ്ങൾ, ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഇവർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൈസയൊക്കെ നമ്മുടെ ഈ അക്കൗണ്ടിലാണ് കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ടാക്സ് മണി എടുത്തിട്ട് അത് അമേരിക്കൻ മലയാളിയുടെ പേരിൽ ആരെങ്കിലും പുട്ടടിക്കുന്നതിൽ നമുക്ക് യാതൊരു താല്പര്യവുമില്ല. അമേരിക്കയിലെ പൊതുസമൂഹത്തിനെതിരെ ശക്തമായ ഒരു എതിർപ്പുണ്ട്. ഈ സർക്കാരിന് ഇതിന് വ്യക്തമായ അജണ്ടയുണ്ട്. സർക്കാരിൻ്റെ കള്ളത്തരം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കൂടുതൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരും. ആ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. വിദേശ മണ്ണിൽ കണ്ണീരൊഴുക്കുന്നവരും അതിജീവിച്ചവരും ഒരു കസേരയ്ക്ക് വേണ്ടിയാണോ കേരളം എന്ന് കേൾക്കുമ്പോഴും ലോകകേരള സഭ എന്ന് കേൾക്കുമ്പോഴും ആവേശപൂർവ്വം മുന്നോട്ട് വരുന്നത് ഒരിക്കലുമല്ല. പക്ഷേ അത്യപൂർവ്വം ചില പ്രാഞ്ചിയേട്ടന്മാർ നമുക്കിടയിലുണ്ട്. പക്ഷേ അവർക്കായി മാത്രമല്ലല്ലോ ലോകകേരള സഭയെന്ന് ചോദിക്കുന്നുണ്ട് പ്രവാസികൾ. ഒരു പരിപാടി നടക്കുമ്പോൾ സ്പോൺസർഷിപ്പ് മസ്റ്റാണ്. ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ പറ്റൂ. പക്ഷേ ഇത്തരണത്തിലുള്ള ഒരു സ്പോൺസർഷിപ്പ് എന്താണ് എന്ന് പറഞ്ഞാൽ വീണ്ടും മലയാളികളായ പാവങ്ങളെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുറേ പരിവാരങ്ങളുമായി ലോകം സന്ദർശിക്കുന്നതിന് വേണ്ടി തിരിക്കുന്നു. അവിടെ നിന്ന് കിട്ടാവുന്ന കൈയിട്ട് മേടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് അറിയിക്കണം, അവരുമായി ഒരു ഫോട്ടോ എടുക്കുന്നതിനും ഡോളറുകൾ നൽകണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രവാസികളെ ഏറ്റവും നിന്ദിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഇത്തരം സമ്മേളനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വർഷാവർഷങ്ങളിൽ നടത്തുമെന്ന് പറയുന്നത് തരാന്തരം സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വിദേശങ്ങളിൽ ജനങ്ങളുടെ കീശ കാര്യാക്കിക്കൊണ്ട് വിദേശ പര്യടനവും അവരുടെ പൊങ്ങച്ചവും നടത്താനുള്ള ഒരു വേദി മാത്രമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയും വലിയ വിപ്ലവമുണ്ടാക്കുന്ന രീതിയിൽ പ്രവാസികളോട് വലിയ സ്നേഹം കാണിക്കുന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ആ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്ത ഒരു പ്രഹസനമായി കേരള ലോകസഭ മാറിയിരിക്കുകയാണ്. വെള്ളപ്പൊക്കം പഠിക്കാനും ആധുനിക സങ്കേതങ്ങൾ പഠിക്കാനും എന്ന പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ വിദേശത്ത് പോകുന്നതിനെ ഇപ്പോൾ തമാശയാണ് ഭൂരിഭാഗം പൊതുജനങ്ങളും കാണുന്നത്. ഖജനാവിലെ പണം ചെലവഴിച്ച് വിദേശം ചുറ്റിയിട്ട് എന്താണ് കാര്യം? നെതർലാൻഡ്സിലെ പഠനം കൊണ്ട് പ്രളയത്തെ തടുക്കാനായോ എന്ന് പോലും ട്രോളുന്ന ആളുകളുണ്ട്. കുടുംബാംഗങ്ങളെയും കൂട്ടി പൊതുപണം ഉപയോഗിച്ചുള്ള ഉല്ലാസയാത്ര മാത്രമായി ഇത്തരം സന്ദർശനങ്ങൾ ചുരുങ്ങിപ്പോകുന്നില്ലേ? അത്തരം സന്ദേഹങ്ങൾ പ്രബലപ്പെടുന്നതാണ് വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും കാരണം. അമേരിക്കൻ എപ്പിസോഡിനോടുള്ള നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഏറ്റവും രസകരമായി തോന്നിയത് രഞ്ജിത്തിൻ്റെ ഒരു മലയാള സിനിമ ഉണ്ട്, ഫ്രാഞ്ചിയേട്ടൻ എന്നുള്ള. അതാണ് ഇപ്പം നമുക്ക്
ലോക കേരള സഭയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാണ്ട്. നേരത്തെ നമുക്കറിയാം ഇത് തനി തട്ടിപ്പാണെന്ന്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ ഒരു ഉച്ചഭക്ഷണത്തിന് മാത്രം 5000 രൂപ ചിലവായി വഴിവിട്ട് ചിലവഴിച്ച ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അത് അമേരിക്കയിലായപ്പോൾ വളരെ ശരിക്കും ഫ്രാഞ്ചേട്ടന്മാരെ സത്യത്തിൽ ഈ പ്രവാസികളെ പിഴിയാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്, ഇടത് സർക്കാർ. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ലോക കലാസഭ എന്ന് പറഞ്ഞാൽ വെറും ഒരു പണാധിപത്യം അല്ലെങ്കിൽ ഒരു കാശുള്ളവർക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഒരു ടിക്കറ്റ് താരനിശക്ക് ചെയ്യുന്നത് പോലുള്ള ഒരു നിരക്ക് സമ്പ്രദായമാണ്. പിന്നത്തെ പത്രങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചു. 82 ലക്ഷം 90 ലക്ഷം അല്ലെങ്കിൽ 1.25 കോടി രൂപ ഇന്ത്യൻ മണി. അത് ഡോളറിൽ കൂട്ടുമ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ഡോളറായിട്ടാണ് വരുന്നത്. UAE പോയപ്പോൾ മടങ്ങി വരുന്ന പ്രവാസികൾക്ക് പെൻഷൻ പോലുള്ള പല പദ്ധതികളും വാഗ്ദാനങ്ങളായി കൊണ്ട് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് നടപ്പിലാക്കാൻ ഈ ഒരു സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞാനൊരു പ്രവാസിയായിരുന്നു. ഇത്തരം ഒരു ലോക കേരള സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ വിഷയം ചർച്ച ചെയ്യാതെ മുതലാളിമാരുടെ വിഷയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അവർ ഏത് മേഖലയായാലും സാധാരണക്കാരനെ അടിച്ചമർത്തുക. സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകിച്ചൊരു ഉപകാരം ഇല്ല. അത് വലിയ വലിയ പ്രവാസികളായ വലിയ ബിസിനസ് ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സാധാരണ പ്രവാസികൾക്ക് ജീവിക്കണോ, അവർ അവിടെ നിന്ന് അധ്വാനിച്ച പൈസയും കൊണ്ട് ഇവിടെ വരിക, നല്ല രീതിയിൽ ജീവിക്കുക. അതല്ല ഇവിടെ അവിടെ എങ്ങനെയാണോ അധ്വാനിച്ചത് അതുപോലെ ഇവിടെ അധ്വാനിച്ചാൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രയോജനമില്ല. വയറ്റിൽ കുടുങ്ങിയ ശസ്ത്രക്രിയാ ഉപകരണം പോലെ ഹർഷിനെ കുത്തിനോവിക്കുകയാണ് സർക്കാരിന്റെ അവഗണനയും. ലക്ഷങ്ങൾ ആഘോഷങ്ങൾക്ക് പൊടിപിടിക്കുന്നതിനിടയ്ക്ക് കുറച്ച് ലക്ഷങ്ങൾ ഇവർക്കായി നീക്കിവെച്ചുകൂടെ? ഒരു സ്ത്രീ, ഒരു അമ്മ അനുഭവിച്ച വേദനയ്ക്ക്, കുടിച്ച കണ്ണീരിന്, ആ മക്കൾ ചെറുപ്രായത്തിൽ അനുഭവിച്ച പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുക മാത്രമല്ലല്ലോ പൊതുപ്രവർത്തകരുടെ, മന്ത്രിയുടെ, അധികാരികളുടെ ഉത്തരവാദിത്വം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടാമതും സമരം തുടങ്ങി. 10 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കാത്തതിൽ വേദനിക്കുകയാണ് ഹർഷിന. നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരപ്പന്തലിൽ നിന്ന് മരിച്ചു വീണാൽ സർക്കാരായിരിക്കും ഉത്തരവാദിയെന്നും ഹർഷിന നെഞ്ചുപൊട്ടി പറയുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് തടസ്സപ്പെടുക കൂടി ചെയ്തതോടെ മാനസികമായി തകർന്നിരിക്കുകയാണ് ഈ അമ്മ. ഈ യൂട്രസിന് സ്റ്റിച്ച് വരുന്നുണ്ട്, അതിൻ്റെ പുറത്തുള്ള വയറിനും സ്റ്റിച്ച് വരുന്നുണ്ട്. ഈ 2 മുറിവിൻ്റെ ഇടയ്ക്ക് ഒരു 6.1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം കിടക്കും. ഒരു മനുഷ്യൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നു ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. അപ്പോൾ അത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 2017 തുടങ്ങിയ ദുരിതമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പലതവണ വേദന വന്നു. എന്താണെന്ന് മനസ്സിലാക്കാൻ 2022 വരെ കാത്തിരിക്കേണ്ടി വന്നു. അതേസമയം അതേ മെഡിക്കൽ കോളേജിൽ മറ്റൊരു സർജറിയിലൂടെ ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. അന്നു മുതൽ ഒരു സ്ത്രീ നീതിക്കായി പോരാടുന്നത് കാണുമ്പോൾ PK ഫിറോസിന്റെ അതേ സംശയം നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും ഉണ്ടായേക്കാം. ഇനി മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അങ്ങോട്ട് പണം കൊടുത്താലേ അർച്ചനയെ പോലെയുള്ള സാധാരണക്കാർക്ക് സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അർച്ചനയ്ക്ക് ന്യായമായ നഷ്ടപരിഹാരം, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന ന്യായമായ ആവശ്യം സർക്കാർ അംഗീകരിക്കണം. അംഗീകരിക്കുന്നില്ല എങ്കിൽ ആ സമരത്തോടൊപ്പം ഇരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഹർഷിനയുടെ സമരം അനീതിക്കെതിരെയാണ്, ആവശ്യങ്ങൾ ന്യായവുമാണ്. ഇത് എന്റെ അഭിപ്രായമല്ല. നാളുകൾക്ക് മുൻപ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളാണിത്. മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടിക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സമരവേദിയിലെത്തി ആരോഗ്യമന്ത്രി ഹർഷിനയെ കെട്ടിപ്പിടിച്ചു, കണ്ണു നനഞ്ഞു, ആശ്വസിപ്പിച്ചു, ചേർത്ത് നിർത്തി പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മന്ത്രിയുടെ വാക്കുകൾ പാഴ്വാക്കായി മാറി. പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അന്നത്തെ അതേ ഉറപ്പുകൾക്ക് വേണ്ടി തന്നെയാണ് ഇന്നും അവർ പോരാടുന്നത്. ഹർഷിന ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ ന്യായമായിട്ടുള്ളതാണ്. കാരണം ഹർഷിനയുടെ ഉള്ളിലൊരു കത്രിക ഉണ്ടായിരുന്നു. 3 ശസ്ത്രക്രിയകളാണ് ഹർഷിന നടത്തിയിട്ടുള്ളത്. 2 താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും 1 ഇവിടെ IMCH കോഴിക്കോട് മെഡിക്കൽ കോളേജിലും. അപ്പോൾ ഈ ശസ്ത്രക്രിയയിലൂടെയാണ് ഈ കത്രിക ഉള്ളിൽ ചെന്നിട്ടുള്ളത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമായിരുന്നാലും ഈ കഴിഞ്ഞ വർഷമാണ് 2022 ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു 5 വർഷക്കാലം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്രിക 5 അല്ല പോട്ടെ 7 10 എത്ര വർഷമാവട്ടെ, ഒരു ദിവസം ഒരാളെ സംബന്ധിച്ച് ഒരു കത്രിക ഉള്ളിൽ വെച്ച് പോവാന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ആദ്യ സമരത്തിന് ശേഷം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹർഷിനയ്ക്ക് മുന്നിലേക്ക് സർക്കാർ തീരുമാനം വന്നു. 2 ലക്ഷം രൂപയുടെ സഹായ പ്രഖ്യാപനം. ജീവിക്കാൻ ആ തുക പര്യാപ്തമല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരമൊന്നും ഇവരോട് ആരോടും ചോദിക്കുന്നില്ല. സാമ്പത്തിക
അവസ്ഥ ഞങ്ങൾ താളം തെറ്റി കിടക്കുകയാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ആ ഒരു നഷ്ടം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ സഹിച്ച വേദനക്കൊന്നും ഇവരിനി എത്ര കോടികൾ തന്നാലും അതൊരു നഷ്ടപരിഹാരമായിട്ട് അവർക്ക് തരാൻ കഴിയില്ല. അതൊരു നഷ്ടപരിഹാരം ആവുകയില്ല. മതിയായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷീന ഇപ്പോൾ നടത്തുന്ന സമരം ഇന്ന് 12ാം ദിനത്തിലെത്തിയിരിക്കുന്നു. സമരത്തിനിടയിൽ ക്ഷീണിതയായി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല ഈ വീട്ടമ്മ. ഇന്ന് ഇത് ഹർഷീനയ്ക്ക് വേണ്ടിയുള്ള സമരമാണെങ്കിൽ നാളെ ആർക്ക് വേണ്ടിയും ആകാം. അപ്പോൾ ഏതൊരു ഹോസ്പിറ്റൽ നെഗ്ലിജൻസിന് രോഗികൾക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ അതിനൊരു പരിഹാരമാകുന്ന ഒരു നിയമം, ഒരു സംരക്ഷണ നിയമം വന്നേ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. ഈ ഒരു ഇത്രയും അനുഭവിച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള ഒരു ആവശ്യം കൂടിയാണ്. അരിക്കൊമ്പൻ കമ്പത്തിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആനയെ പിടികൂടുന്നതിൽ തികച്ചും പ്രൊഫഷണലായ സമീപനമാണ് തമിഴ്നാട് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാതെ പരമാവധി കാട്ടിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം വനം വകുപ്പ് ഇന്നും തുടരുകയാണ്. മാത്രമല്ല അരിയും പഴങ്ങളും ശർക്കരയും എല്ലാം കാട്ടിലെത്തിച്ച് നൽകുന്നുമുണ്ട്. അൻപോടെയാണ് ദൗത്യം. അരിക്കൊമ്പൻ കമ്പം ടൗണിലൂടെ വഴിയന്വേഷിച്ച് നടന്ന കാഴ്ചകൾ ആനപ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അരിക്കൊമ്പനെ പിടികൂടി മേഘമലയിലെ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ വരശിനാട് വെള്ളിമല വനത്തിൽ തുറന്നുവിടാനാണ് തമിഴ്നാട് വനം വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരാഴ്ചയായി അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പ് നടത്തുന്നുണ്ടെങ്കിലും അരിക്കൊമ്പൻ വനത്തിൽ നിന്നും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. അതേസമയം അരിക്കൊമ്പനെ പിടികൂടുന്ന കാര്യത്തിൽ യാതൊരു ധൃതിയും വേണ്ടെന്ന നിലപാടിലാണ് തമിഴ്നാട് വനം വകുപ്പ്. അരിയും ചക്കയുമടക്കം അരിക്കൊമ്പന്റെ ഇഷ്ടവിഭവങ്ങൾ കാട്ടിൽ ഒരുക്കി നൽകുന്നുണ്ട് വനം വകുപ്പ്. കാട്ടാനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുക എന്ന നയമാണ് തമിഴ്നാടിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അരിക്കൊമ്പൻ വീണ്ടും നഗരത്തിൽ ഇറങ്ങുന്നത് തടയാനായി തമിഴ്നാട് വനം വകുപ്പ് പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിച്ചതും. ആദ്യഘട്ടത്തിൽ തന്നെ വെടിവെച്ച് പിടികൂടുക എന്ന നമ്മുടെ വനം വകുപ്പിന്റെ നയത്തെക്കാളും തികച്ചും പ്രൊഫഷണലാണ് തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പൻ വിഷയം കൈകാര്യം ചെയ്യുന്നത്. കമ്പം സന്ദർശിച്ച മന്ത്രി മതിവേന്ദനും കമ്പം MLA രാമകൃഷ്ണയുടെയും അരിക്കൊമ്പൻ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ തികച്ചും പക്വതയുള്ളത് കൂടിയാണ്. ஆணை நல்ல ஆரோக்கியமாக இருக்கின்றது. முதல் 3 நாட்கள் கொஞ்சம் பதற்ற நிலையில் இருந்தது. இப்பொழுது யானைக்கு தேவையான அந்த பலாப்பழம் எல்லாம் ஒரு இடத்தில் வைக்கின்றார்கள், அரிசியை வைக்கின்றார்கள், தேவையான அதற்கு ஃபாடர் அது தீவனங்களை வைக்கின்றார்கள். அது இயற்கையாக தீவனத்தையும் எடுத்துக்கொள்கின்றது. மன அமைதியோடு இருக்கின்றது. எந்த பக்கம் அது செல்கின்றது என்பதனை கணிக்க முடியவில்லை. ஆக யானை ஒரு சமதளத்திற்குள் வருகின்ற பொழுது மயக்க ஊசி செலுத்தி கும்கி யானையின் துணை கொண்டு அது எந்த மாநிலத்திற்கோ மாநில மக்களுக்கோ பிரச்சனை இல்லாத வகையில் വേറിടത്തിൽ കൊണ്ടുപോയി വിടുവതற்കുണ്ടാണ് മുയற்சியில் ഈടുപെട്ടു. ആദ്യ തവണ കാട്ടിലേക്ക് കയറ്റിവിട്ടെങ്കിലും വീണ്ടും നാട്ടിലിറങ്ങുന്ന ആനയെ കൂട്ടിലടയ്ക്കാതെ കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന പതിവാണ് തമിഴ്നാടിനുള്ളത്. അരിക്കൊമ്പൻ പ്രേമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിക്കൊമ്പന് കേരളത്തെക്കാൾ സുരക്ഷിതം തമിഴ്നാടാണെന്ന് പറയേണ്ടി വരും.